ഇപ്പോൾ സിനിമകൾക്ക് നേരെയുള്ള ഒരു ക്രിറ്റിസിസംസ് ഭയങ്കരമായിട്ട് വരുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ റിലീസാവുന്നു, തിയേറ്ററിൽ പോകുന്നു, ഫസ്റ്റ് ഡേ തന്നെ ആൾക്കാർ കാണുന്നു, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നു, അവർ തന്നെ ഒരു റേറ്റിംഗ് കൊടുക്കുക, ഇത് കൊള്ളത്തില്ല, പക്ഷേ ഇതെന്ത് പടം ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള ഒരു യൂണീക് മാനറിസംസ് ഒക്കെ വെച്ചിട്ട് ഒരു സാധനം പറയുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ഇൻഡസ്ട്രീനെ അല്ലെങ്കിൽ ഓഡിയൻസിനെ അത് എഫക്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഒരു കാര്യത്തും. ഞാൻ സിനിമ നല്ലതാണെങ്കിൽ ആരെന്ത് മോശം പറഞ്ഞാലും സിനിമ ഓടും. ഒരു സിനിമ മോശം പടമാണെങ്കിൽ ആരൊക്കെ എത്ര പൊക്കി പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും സിനിമ ഓടത്തുമില്ല. ഒരു സിനിമ കാണാൻ തീരുമാനിക്കുന്ന പ്രേക്ഷകരിൽ മേജർ ആൾക്കാരും ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതിപ്പോൾ അവരുടെ ടേസ്റ്റും ഈ മറ്റുള്ളവരുടെ ടേസ്റ്റും ഒക്കെ ആയിട്ട് സാമ്യമുള്ളൂ. അപ്പോൾ എനിക്കിപ്പം ചിലപ്പോൾ ചിതുവായിട്ട് ഞാൻ സ്ഥിരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില ആളുകളുണ്ടാവും. അവർ പടം ഇറങ്ങി അന്ന് കണ്ട ഓക്കെ, അവൻ ചിലപ്പോൾ നല്ല എന്ന് പറയുന്ന സിനിമകളായിരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഓരോരുത്തരുടെ ടേസ്റ്റാണ്. സിനിമ നമുക്ക് ആരുടെ ഒരു കോമൺ പരിപാടിയല്ല. അപ്പം അതുകൊണ്ട് ഒരു സിനിമ നല്ലതാണെന്ന് ഒരാൾ കണ്ട് ഇറങ്ങി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഒരു പേഴ്സണൽ സർക്കിളിൽ അയാളൊരു അഭിപ്രായം പ്രകടിപ്പിക്കും. അതിൽ നിന്നാണ് ടിക്കറ്റ് കൺവേർഷൻ വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാണ്ട് ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ഒന്നും ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. ശ്രമം ചിലപ്പോൾ ഉണ്ടാവും, അതൊന്നും അത്ര എഫക്റ്റീവ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. വളരെ ചെറിയ ലൈറ്റായിട്ടുള്ള ചെറിയൊരു ഇമ്പാക്റ്റ് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ ഫോളോവേഴ്സുള്ള ഒരു റിവ്യൂവർ ഒരു നല്ല സിനിമ മോശമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു ദിവസം 2 ദിവസം അതിനെ ചിലപ്പോൾ ഒന്ന് ബാധിച്ചേക്കാം. അല്ലെങ്കിൽ വളരെ ഇങ്ങനെ ഫോളോവേഴ്സ് ഉള്ള ഒരു മോശം പടം നല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ കുറച്ച് പേര് ഒന്ന് കണ്ടേക്കാം. പക്ഷേ അതിൽ കൂടുതൽ അതിനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് റിവ്യൂവർ മോശം തെറ്റായിട്ടുള്ള റിവ്യൂ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാളെ ആൾക്കാർ കാണാനുണ്ടാകും. അത് അങ്ങനെ ഒരു ബേസിക് സംഭവത്തിലല്ല നിൽക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കാം. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ സിനിമ എന്ന് പറയുന്നത് എല്ലാ കലാമേഖലയും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമാ മേഖലയ്ക്ക് അത്തരത്തിലൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടോ ശരിക്കും? ഇല്ല, റെസ്ട്രിക്റ്റഡ് ആണ് പല കാര്യങ്ങളിലും. ഇല്ലായികയൊന്നുമില്ല. സെൻസർ പോലുള്ള ഘട്ടങ്ങളിലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമ്മൾ ഒരു ഫിലിം മേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നതിനൊക്കെ പരിമിതികളുണ്ട്. സോഷ്യലായിട്ടുള്ള അത് പൊതുവായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം അത് കാലകാലങ്ങളായിട്ട് അനാവശ്യമായ ഒരു ഇടപെടലുണ്ടോ നിങ്ങളുടെ സിനിമാ മേഖലയിലുള്ളവർക്ക്? എന്താ തോന്നുന്നത് അത്തരത്തിലൊരു അനാവശ്യം? നമ്മളിപ്പോൾ പലപ്പോഴും കാണുന്നില്ല, ചില ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ പോലും ഇപ്പോൾ ഒരു ബിരിയാണി തിന്ന സീൻ പോലും ഒഴിവാക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ ഈയിടെയായിട്ട് കണ്ടു. അപ്പോൾ സിനിമാ മേഖലയിലുള്ളവർ ഇപ്പോൾ നിങ്ങൾ 2 സംവിധായകർ അത്തരത്തിൽ ചർച്ച ചെയ്യാറുണ്ടോ? അതിൻ്റെ ആവശ്യകത ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഇവിടെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട്, അതിൻ്റെ ഒരു സംവിധാനങ്ങളുണ്ട്, അതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജഡ്ജ്മെൻറ്റ് പലപ്പോഴും ഇത് ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു ഓഫീസറുടെ പേഴ്സണൽ ഡിസിഷനെയും കൂടെ ആശ്രയിച്ചിരിക്കും. അതൊരു സംഘടിതമായിട്ടുള്ള മൂവ്മെൻ്റ് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ എനിക്കൊരു കാര്യത്തെ കാണുമ്പം എനിക്ക് ഉണ്ടാകുന്ന അനുഭവം അനുസരിച്ചായിരിക്കും അയാൾ എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ തീരുമാനങ്ങളിലൊക്കെ സ്വാധീനം. കാരണം ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനമാണല്ലോ തീർച്ചയായിട്ടും. അതിന് വേറെ ഒരു സംവിധാനമൊന്നും ഇല്ലല്ലോ. നമ്മളിപ്പോൾ സെൻസർ ചെയ്യപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കും 1, 2, 3, 4 പേരിരുന്ന് കണ്ടിട്ട് അവരുടെ ഒരു ലോജിക്കിൽ, അവരുടെ ഒരു ധാരണയിൽ നിന്ന് അവരെടുക്കുന്ന ഒരു ഡിസിഷനാണത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാ തരത്തിലും ഇപ്പം നമുക്കൊരു കലാരൂപം ഇറങ്ങുന്ന സമയത്ത് അതിനൊരു സെൻസറിങ് ഉണ്ട്, അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് റെസ്ട്രിക്റ്റഡ് ആണ്.